അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഞാൻ. അതിനെ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ കുക്കറിലാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേക്ക് ഉണ്ടാക്കാറ് കേട്ടോ. അതാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ കുക്കറിൽ ഞാൻ ഒരു അര പാക്കറ്റ് ഉപ്പ് ഇട്ടിട്ട് കറക്റ്റ് ഈക്വൽ ലെവലാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു റിങ് ഇറക്കി വയ്ക്കാം. അത് ചെരിയാതെ ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. അത് ഇതിൻ്റെ ലിഡിട്ട് അടച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ. ഒരിക്കലും കുക്കറിൻ്റെ വിസിൽ ഇടാൻ പാടില്ല. ഓക്കെ, വാഷർ ഇട്ടിട്ടുണ്ട്, വെച്ചു. വിസിലിടരുത്, മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. നമുക്കതിൻ്റെ ബാക്കിയുള്ള ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ഇതിന് ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് ഗോതമ്പ് പൊടി ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് ഇടുകയാണ് കേട്ടോ. ഒന്നര കപ്പ് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ കപ്പ്. നിങ്ങൾ ഏത് കപ്പ് കൊണ്ട് നമ്മൾ ചായ കുടിക്കുന്ന കപ്പ് കൊണ്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ അതേ കപ്പിൽ തന്നെ ഈ അളവുകളെല്ലാതും എടുക്കാൻ നോക്കുക. ഇതുകൊണ്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഒരു നുള്ള് ഉപ്പ് ഇടുന്നുണ്ട്, ഒരു പിഞ്ച് പറഞ്ഞ ഒരു പിഞ്ച് ഉപ്പ്. ഇനി നമുക്ക് ഇതിനെ നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിനിങ്ങനെ അരിച്ചെടുക്കാം. ഈ പേപ്പറിലേക്ക് വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇങ്ങനെ 2 തവണ അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കേക്ക് നല്ല സ്മൂത്ത് ആവാൻ അത് നല്ലതാണ് അങ്ങനെ അരിച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം അരിച്ചെടുത്തു. വീണ്ടും നമുക്കൊരു പേപ്പറിലേക്ക് കൂടി നമുക്കിതിനെ 2 പ്രാവശ്യം ഞാനിങ്ങനെ അരിപ്പയിലിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 3 നല്ല പഴുത്ത നേന്ത്രപ്പഴം കേട്ടോ, ചെറുപഴമല്ല, നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഞാൻ ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിനെ മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിൻ്റെ ഒപ്പം ഞാൻ ഇന്ന് കേക്കിലേക്ക് പഞ്ചസാരയല്ല ചേർക്കാൻ പോകുന്നത്, ശർക്കരയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5 വലിയ വെല്ലം ശർക്കര ഉരുക്കിയെടുത്ത് അരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പഴവും ശർക്കര പാനിയും കൂടിയിട്ട് നന്നായി അരച്ചിട്ടുണ്ട്. അതിനെ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഒരു 3/4 കപ്പ് ഓയിൽ, അത് റീഫൈൻഡ് ഓയിലാവാം, അല്ലെങ്കിൽ ബട്ടർ താല്പര്യമുള്ളൊരു ബട്ടർ ഉരുക്കിയിട്ട് ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത്. നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ മുട്ടയൊന്നും ചേർക്കണില്ല, അതുകൊണ്ടാണ് ഈ ഓയിൽ ചേർക്കുന്നത് കേട്ടോ. മുട്ട ചേർക്കണവർക്ക് മുട്ട ചേർക്കാം. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വാനില ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വാനില ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല പോലെ മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ആവണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പഴവും ശർക്കര, ഓയിൽ, വാനില ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായി മിക്സ് ചെയ്യണേ, അല്ലെങ്കിൽ ഇതെല്ലാതും ഓരോ ഭാഗത്തേക്ക് എടുക്കും. ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കുക. മുഴുവനോടെ ഇട്ടരുത്, കുറേശ്ശെ ഇട്ടിട്ട് നന്നായി ഇളക്കുക. അത് ഇളക്കുമ്പോൾ ഒരേ ഭാഗത്തേക്ക് ഇളക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മാതിരി കുറച്ചിട്ടിട്ട് എല്ലാതും മിക്സ് ചെയ്യാം നമുക്ക് കേട്ടോ. അപ്പം നമ്മുടെ കേക്കിൻ്റെ മിക്സർ കുറച്ചും കൂടി ഒന്ന് ലൂസാവണം. ഞാൻ അതിലേക്ക് കുറച്ചും കൂടിയും ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായി ഇളക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ട് അതിങ്ങനെ വീഴണുണ്ടോ, ഈ പാകമാണ്. ഇങ്ങനെ വീഴുമ്പോൾ ഒരു ലെയറായിട്ട് ഇങ്ങനെ വീഴും. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ബദാമും അണ്ടിപ്പരിപ്പും ക്രഷ് ചെയ്തിട്ടുണ്ട്, കുറച്ച് മുന്തിരിയുണ്ട് കേട്ടോ. ഇതിട്ടിട്ട് നന്നായി ഇളക്കാം. ഇതിലേക്ക് എല്ലാ നട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ കേക്ക് ബാറ്റർ ഒഴിക്കാനുള്ള ടിന്ന് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ബട്ടർ തടവിയിട്ടുണ്ട്. അത് ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ നിങ്ങൾ ഏത് തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തടവിയാൽ മതി. ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി
ഇട്ടിട്ട് ഞാനതൊന്ന് ചിറ്റിച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും ആക്കുമ്പോൾ അതിൻ്റെ എക്സസ് പൊടി നമുക്ക് തട്ടിക്കളയണം കേട്ടോ. ഇതാ എല്ലാ ഭാഗത്തും ഇതിൻ്റെ എക്സസ് ഞാൻ കളയണം. നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഞാൻ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ബാറ്റർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എയർ ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കും. ഞാനിതിൻ്റെ മേലെ കുറച്ച് ബദാം ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന കുക്കറിലേക്ക് എടുത്തു വയ്ക്കാം. ഇതിനെ നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് കൊടുക്കുന്ന കുക്കറിലേക്ക് ഞാൻ മാറ്റാം. ഇനി നമുക്കതിനെ അടച്ചു വയ്ക്കാം. ഇതിന് ഒരിക്കലും വിസിലിടരുത്. ഇനി ഇതിനെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 35 മിനിറ്റ് കഴിഞ്ഞിട്ടേ തുറക്കാവൂ. അതിൻ്റെ മുമ്പ് തുറന്നാൽ കേക്ക് അടിയിലേക്ക് താന്നു പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് തുറന്ന് നോക്കിയാലോ. 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഗോതമ്പാകുമ്പോൾ നമുക്ക് ഇത്തിരി സമയം പിടിക്കും. നമുക്കൊരു കോല് ഇറക്കി നോക്കാം. ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കേക്ക് വെന്തു എന്നർത്ഥം. ഞാൻ ഫ്ലെയിം ഓഫാക്കാണ്. ഇനി നമുക്ക് ഇതിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളി. അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബനാന കേക്ക് ഗോതമ്പ് പൊടി കൊണ്ടുള്ളതാണ്. അത് അടിപൊളിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നും ഞാൻ പറയാറുള്ള മാതിരി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. നല്ല സ്പോഞ്ചിയാണ്. പിന്നെ ഹെൽത്തിയാണത്. ശർക്കരയും ഗോതമ്പും പഴവും മാത്രമുള്ള, പഞ്ചസാരയൊന്നുമില്ല, മൈദയില്ല. ആണെങ്കിൽ നമുക്ക് ഒരു പീസ് മുറിച്ച് കഴിച്ചു നോക്കാം. സൂപ്പർ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്നും പറയുന്ന മാതിരി തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഓക്കെ, താങ്ക് യു.